മനുഷ്യന്മാർക്ക് ഏറ്റവും അധികം ഇൻസെക്യൂരിറ്റി തരുന്ന ഒന്നാണ് മുടി കൊഴിച്ചിൽ. പ്രത്യേകിച്ച് ആണുങ്ങൾക്ക് നെറ്റ് കയറൽ, മുടി കൊഴിച്ചിൽ, അതൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുപോലെ സനിൽ എന്ന് പറഞ്ഞൊരു വ്യക്തി തൻ്റെ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ കൊച്ചി പനമ്പള്ളി നഗറിലുള്ള ഒരു ഡെർമ ക്ലിനിക്ക് വന്നു. പുള്ളി തൻ്റെ ഹെയർ ട്രാൻസ്പ്ലാന്റേഷനൊക്കെ കംപ്ലീറ്റ് ആക്കി 2-3 ദിവസത്തിന് ശേഷം പുള്ളിക്കൊരു ഇൻഫെക്ഷൻ ബാധിച്ചു. ഫ്ലഷ് ഈറ്റിംഗ് ഡിസീസ് എന്നാണ് ഒരു ഇൻഫെക്ഷൻ്റെ പേര്. പക്ഷെ അതിനുശേഷം പുള്ളിയുടെ ലൈഫ് ഭയങ്കര ദുരിതത്തിലൂടെ പോകുന്നത്. ഈ കഴിഞ്ഞ ദിവസം പുള്ളിനെ പറ്റി ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. നമുക്ക് ആ ഒരു വീഡിയോ ഒന്ന് കണക്കാരം. ആ മുടി ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പോയിട്ട് ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തതാണ്. 28 എനിക്ക് വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. മാർച്ച് 1 രാത്രി സിവിയർ പെയിൻ വന്നു. അത് ഞാൻ ഇൻഫോം ചെയ്തിരുന്നു. അതിനുശേഷം തലയിൽ കുറച്ച് ഭാഗത്ത് ഡിസ്കളറേഷൻ വന്നു, പസ് പോലെ ഡിസ്ചാർജ് വന്നു. ഇതെല്ലാം നമ്മൾ ഇൻഫോം ചെയ്തു. അവർ ഹെഡ് വാഷ് പറഞ്ഞത് മാർച്ച് 7 തീയതിയാണ്. മാർച്ച് 7 തീയതി ആയപ്പോഴേക്കും തല ശരിക്ക് ഇൻഫെക്റ്റഡ് ആയി, ഡിസ്ചാർജ് വന്നു, നെറ്റിൽ വരെ കളർ ചേഞ്ച് വന്നു, സിവിയർ പെയിൻ കൊണ്ട് ഉറങ്ങാൻ പോലും പറ്റാത്ത കണ്ടീഷനായിരുന്നു. ലൂർദ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി. അവിടുത്തെ പ്ലാസ്റ്റിക് സർജനാണ് ഇപ്പോൾ കൺസൾട്ട് ചെയ്യുന്നത്. ലൂർദ് ഹോസ്പിറ്റലിൽ ചെന്നിട്ട് മാർച്ച് 13 മുതൽ ഏപ്രിൽ 2 വരെ ഞാൻ കണ്ടിന്യൂസ് 20 ദിവസം ഹോസ്പിറ്റലൈസ് ആയിരുന്നു. ഒരു 8 സർജറികൾ അന്ന് ചെയ്തിരുന്നു. അതിനുശേഷം പിന്നെ ഈ വെള്ളിയാഴ്ച ഉൾപ്പെടെ വീണ്ടും 5 സർജറി ചെയ്ത് 13 സർജറി ആയി. തലയിൽ നെക്രോട്ടൈസിംഗ് ഫേഷ്യേറ്റിസ് എന്ന് പറയുന്ന ഒരു ഇൻഫെക്ഷനാണ് തലയിൽ വന്നത്. അതായത് നമ്മുടെ ഹ്യൂമൻ ഫ്ലഷ് തിന്നുന്ന ബാക്ടീരിയ ആയിരുന്നു. അപ്പോൾ തലയുടെ 2 ലെയർ ഓൾറെഡി ബാക്ടീരിയ തിന്ന് സ്കള്ളും അടുത്ത ബോണൊക്കെ എക്സ്പോസ് ആയിട്ടിരിക്കുകയാണ്. പിന്നെ കാലിമേന്ന് സ്കിൻ എടുത്ത് ഗ്രാഫ്റ്റ് ചെയ്ത് 3 ഭാഗത്ത് സ്കിൻ എടുത്ത് ഗ്രാഫ്റ്റ് ചെയ്തു. എങ്കിലും ഫുൾ കവേർഡ് ആയിട്ടില്ല. ഇനി 3 ഭാഗത്തും കൂടെ ബോൺ എക്സ്പോസ് ആണ്. അപ്പോൾ അവിടത്തേക്ക് സ്കിൻ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഡിപ്ലോയ്മെന്റും അതിനുള്ള ട്രീറ്റ്മെന്റും ഇയാളെ കുറിച്ച് അന്വേഷിച്ചത് നിങ്ങൾ യഥാർത്ഥത്തിൽ ഈ ഡോക്ടർ എന്ന് പറയുന്ന ഇംഗ്ലീഷ് ഡിഗ്രിക്കുള്ളതാണോ? അത് നമ്മൾ ഇയാളുടെ ക്വാളിഫിക്കേഷൻസിനെ കുറിച്ച് നമ്മൾ അന്വേഷിച്ചില്ല. ഉറപ്പായിരിക്കും നമ്മൾ ആരും അന്വേഷിക്കാനൊന്നും പോകുന്നില്ല. നമ്മൾ ഡോക്ടേഴ്സിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ആരെങ്കിലും അന്വേഷിക്കുക ഒരു കാര്യത്തിന് പോകും ഇല്ല. പക്ഷേ അതിനെക്കുറിച്ച് നമുക്ക് ലാസ്റ്റ് പറയാം. ഡോക്ടർ പറഞ്ഞു സർജറിക്ക് കയറുന്നതിന് കുളിച്ചിട്ട് എല്ലാം പറഞ്ഞു. ഞാൻ അവിടെ ബാത്റൂം തുറന്നപ്പോൾ നേരെ മിറർ കണ്ടു അറിയാതെ. അപ്പോൾ നോക്കുമ്പോൾ തലയിൽ ഇങ്ങനെ ഒരു ഭാഗം കുഴിഞ്ഞ് കുറച്ച് ഡെപ്തുള്ള ഒരു കുഴി, ബാക്കി ഭാഗത്ത് ഫ്ലഷും ഇതൊന്നും ഇല്ലാണ്ട് നിറയെ ബ്ലഡ് പിടിച്ചിരിക്കുന്ന ഒരു ഇത് കണ്ടു. പെട്ടെന്ന് കണ്ടപ്പോൾ ഒന്ന് പാനിക്കായി. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്തു. ഇതിലൊരിക്കലും പ്രതീക്ഷിക്കാത്തൊരു അനുഭവമല്ലോ. എനിക്കൊരു നോർമൽ ഹെഡേക്ക് പോലും വരാത്തതാണ്. ഞാനതുപോലെ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലിൽ ജീവിച്ചോടാണ്. മര്യാദ കുറഞ്ഞിട്ട് 85 ദിവസമായി. പുള്ളി ഉറപ്പായിട്ടും പുള്ളിക്ക് സങ്കടം ഉണ്ടാകും. പുള്ളിയുടെ കാര്യത്തിലാണ്ട് നമുക്കും സങ്കടമാകും. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് നീതി കിട്ടണമെന്ന് വെച്ചാൽ ഇതുപോലൊരു അവസ്ഥയിൽ ലോകത്തൊരാൾക്കും വരരുത്. ഇത് ജനങ്ങൾ അറിയണം. ഈ സോഷ്യൽ മീഡിയയിലൂടെ കൂണുപോലെ മുളച്ചു പോകുന്ന ക്ലിനിക്കുകൾ വേണ്ടെന്ന് ഞാൻ പറയുന്നത്. ക്ലിനിക്കുകൾ വേണം, ബട്ട് അത് ഓതന്റിക് ആയിട്ടുള്ള ആളുകളുടെ ക്ലിനിക്ക് ആയിരിക്കണം. അവർ ശരിക്കും പറഞ്ഞാൽ പ്രൊഫഷണലി അതും എത്തിക്കലി കാര്യങ്ങൾ ചെയ്യുന്നവരായിരിക്കണം. ഓക്കെ, അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ സയൻസും ടെക്നോളജി ഇത്ര അഡ്വാൻസ്ഡ് ആയ സമയത്ത് എന്താ പറയുക, നമ്മുടെ ഇൻസെക്യൂരിറ്റീസിനെ ഓവർകം ചെയ്യാൻ വേണ്ടി സയൻറ്റിഫിക്കലി നമുക്കത് ഹെൽപ്ഫുൾ ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ നല്ല കാര്യം തന്നെയാണ്. പക്ഷേ കുറച്ചെങ്കിലും നമ്മൾ അതിനു മുന്നേ ആലോചിക്കണം. നമ്മുടെ ബോഡിയിലോട്ട് എന്തെങ്കിലും ഇൻടേക്ക് ചെയ്യുമ്പോഴാണെങ്കിലോ അല്ലെങ്കിൽ ഇതുപോലെ ഇഞ്ചക്ഷനൊക്കെ വെക്കുമ്പോഴാണെങ്കിലും നമുക്ക് എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടോ പല രീതിക്കുള്ള ടെസ്റ്റ് നടത്തേണ്ടി വരും. ആ ഡോക്ടേഴ്സിനെ കുറിച്ചൊക്കെ കുറച്ച് അത്യാവശ്യമൊക്കെ അന്വേഷിക്കേണ്ടി വരും. അന്വേഷിക്കണം. അവരത് ഈ ഡോക്ടേഴ്സ് ആയാലും അല്ലെങ്കിൽ അവിടുത്തെ റിസപ്ഷനിസ്റ്റ് ആയാലും അതൊക്കെ പറയാൻ ആൻസറബിൾ ആണ്, പറയേണ്ടതാണ്. പറഞ്ഞില്ലെങ്കിൽ നമ്മൾ വേറെ ക്ലിനിക്കിൽ പോകും, അത്രേ ഉള്ളൂ. അല്ല ഒന്നും അന്വേഷിക്കാണ്ട് പോയി ഇതുപോലത്തെ ഒരു അവസ്ഥ. ശരിക്കും ഇതിൽ നമ്മുടെ ക്ലിനിക്കും അതുപോലെ തന്നെ ആ ഡോക്ടറും പുള്ളിയുടെ തന്നെ എന്നാണ് പറയുന്നത് ക്ലിനിക്ക് അവർ റെസ്പോൺസിബിൾ ആണ്. പുള്ളി എന്തായാലും നിയമത്തിന് പോലീസിന് കേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നടക്കട്ടെ. നമ്മളാരെയും ബ്ലൈൻഡായിട്ട് ട്രസ്റ്റ് ചെയ്യാണ്ടിരിക്കുക. പ്രത്യേകിച്ച് നമ്മുടെ ലൈഫ് മാറ്റർ വെച്ച്. ഹെയർ ട്രാൻസ്പ്ലാന്റേഷനൊക്കെ ഇപ്പോൾ വളരെ കോമൺ ആണ് നമ്മുടെ ഈ സൊസൈറ്റിയിൽ. അത് ചിലർക്കൊക്കെ ഇൻസെക്യൂരിറ്റീസ് ഓവർകം ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് ഹെൽപ്ഫുൾ ആണെങ്കിൽ അത് നല്ല കാര്യം തന്നെയാണ്, അത് മോശവുമല്ല. പക്ഷേ ജെന്യുവനായിട്ടുള്ള അല്ലെങ്കിൽ ക്ലയൻസിനോടോ പേഷ്യൻസിനോടൊക്കെ നല്ല റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് ഇതുപോലത്തെ പരിപാടിക്ക് ചെല്ലാം. ആ ഒരു ഡോക്ടറായാലും കറക്റ്റ് നിയമ നടപടികൾക്ക് വിധേയരായിട്ട് അവർക്ക് എന്താണോ കിട്ടേണ്ടത് അത് ലഭിക്കട്ടെ ശിക്ഷ. ബൈ.